ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് അതിൻ്റെ ആധികാരിക എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അതിലൊക്കെ എപ്പോഴും ആദ്യത്തെ 10 വരുന്ന 1-2 രാജ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് സ്വീഡൻ, ഒന്ന് ഡെൻമാർക്ക്. ഈ സ്വീഡൻ, ഡെൻമാർക്ക് ഇതിൻ്റെയൊക്കെ പ്രത്യേകത അവിടെയുള്ളവർ ക്രിസ്ത്യാനിറ്റിയിൽ, അതായത് ക്രിസ്ത്യൻ മതത്തിലാണ് അവർ പിറന്നു വീഴുന്നതെങ്കിലും അവർ വലിയ മതവിശ്വാസികളൊന്നും ആയിരുന്നില്ല, ദൈവവിശ്വാസികളൊന്നും ആയിരുന്നില്ല. അവിടെ പള്ളികളും മറ്റുമൊക്കെ ഉണ്ട്, പക്ഷേ കാലക്രമേണ ഓരോ പള്ളികളായിട്ട് ഇങ്ങനെ അടച്ചുപൂട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പള്ളികൾ വാടകയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു. ഭയങ്കരമായ രീതിയിൽ ലിബറലുകളായിരുന്നു അവിടെയുള്ളവർ. മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക എന്നൊക്കെ വേണമെങ്കിൽ അവരെ പറയാമായിരുന്നു. കുറച്ച് കാലം മുമ്പ് വരെ, അതായത് 2015 ആ സമയങ്ങളിൽ നമുക്കറിയാം സിറിയയിലും ഇറാഖിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നു. ആഭ്യന്തര കലഹവും ആഭ്യന്തര യുദ്ധങ്ങളുമൊക്കെ നടന്നു. 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാവേണ്ടി വന്നു. ജീവനും സ്വത്തുമൊക്കെ വാരിപ്പിടിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോവേണ്ട ഗതികളിലേക്ക് അവരെത്തി. സ്വാഭാവികമായിട്ടും യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലാണ് അവർ ആദ്യം അഭയം തേടി ചെന്നത്. അങ്ങനെ വരുന്ന ആ സമയത്താണ് സ്വീഡനും ഡെൻമാർക്കും പോലുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഇവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഏതാനും ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇവരെ സ്വീകരിക്കുന്നതെന്ന് നോക്കുക. ഇതിലൊരു സ്വീഡിഷ് വനിത അവരുടെ ദേഹത്ത് ഒരു മഞ്ഞ കളറിൽ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് നിങ്ങൾ വായിച്ചു നോക്കുക. എനിക്കത് അതിൻ്റെ അർത്ഥം പറയാൻ നിവർത്തിയില്ല, കാര്യം അത് സഭ്യമായ രീതിയിലുള്ള ഒരു എഴുത്തല്ല അത്. പക്ഷേ ആ ഒരു അളവിൽ പോലും റെഫ്യൂജികളെ ഇവർ സ്വീകരിച്ചിരുന്നു. അത്രമാത്രം സ്നേഹത്തോടു കൂടി കരുതലോടു കൂടിയാണ് ഈ പ്രത്യേക വിഭാഗത്തിലെ ആളുകളെ, അഭയാർത്ഥികളെ അവർ അവരുടെ നാട്ടിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം ഒരു പതിറ്റാണ്ട് പോലും തികച്ചെടുക്കേണ്ടി വന്നില്ല. അതായത് 2020 ആവുമ്പോഴേക്കും, അടുത്ത ചിത്രം നോക്കുക. ഇതിൻ്റെ ആ തീവ്രത കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. 2015 എങ്ങനെയാണോ അവരെ സ്വീകരിച്ചത്, 2020 ആയപ്പോഴേക്കും ഈ 2 രാജ്യങ്ങളിലും കത്താൻ തുടങ്ങി. ബോംബ് സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും അരങ്ങേറി വ്യാപകമായ രീതിയിൽ. ഒരു പ്രശ്നവുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന 2 കുഞ്ഞു രാജ്യങ്ങൾ, അവിടുത്തെ ജയിലുകൾ പോലും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം കുറ്റകൃത്യങ്ങളുടെ തോത് തീരെ കുറവായിരുന്നു. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ജനത, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജനത, അങ്ങേയറ്റം ലിബറലായിട്ടുള്ള ജനത, മതവിശ്വാസികളല്ലാത്ത, ദൈവവിശ്വാസികൾ പോലും അല്ലാത്ത, മറ്റാരെയും ഉപദ്രവിക്കാത്ത ഒരു ജനത ഏതാനും അഭയാർത്ഥികളെ വിളിച്ച് അവരുടെ രാജ്യങ്ങളിൽ അഭയം കൊടുത്തു, അവർക്ക് ഭൂമി കൊടുത്തു, വീട് കൊടുത്തു, ജോലി കൊടുത്തു, അവിടെ ജീവിക്കാനുള്ള പൗരത്വം കൊടുത്തു. ശേഷം അവരുടേതായിട്ടുള്ള ചില പോക്കറ്റുകൾ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ നിയമം വേണം, അവരുടെ മതം പറയുന്നത് അനുശാസിച്ച് ബാക്കിയുള്ളവർ ജീവിക്കണം തുടങ്ങിയ നിർബന്ധങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ തന്നെ അവിടെയും സംഭവിച്ചു. ബോംബ് സ്ഫോടനങ്ങൾ അരങ്ങേറി, മറ്റു മതസ്ഥരുടെ മേൽ കുതിര കയറുന്നു. അവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് പന്നി മാംസം ഇഷ്ടമാണെങ്കിൽ അത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ അത് വിൽക്കാൻ പാടില്ല എന്ന നിബന്ധനകൾ വരുന്നു. തുടർന്ന് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഉരസലുകൾ വർദ്ധിച്ചു വരുന്നു. അവസാനം എന്തായി? ഈ സമാധാനക്കാരുടെ വിശുദ്ധ ഗ്രന്ഥം അവിടുത്തെ ആളുകൾ കത്തിക്കേണ്ട ആ ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ വരെ അതെത്തി. ഒടുവിൽ അവിടുത്തെ പാർലമെൻറ്റുകൾക്ക് തന്നെ നിയമം പാസ്സാക്കേണ്ടി വരുന്നു, ഒരു മതസ്ഥരുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കാൻ പാടില്ല എന്ന്. ഒടുക്കം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വീഡനിലെയും ഡെൻമാർക്കിലെയും ഉള്ള ആളുകൾ, മതവിശ്വാസികളല്ലാത്ത, ദൈവവിശ്വാസികൾ അല്ലാത്ത അവർക്ക് ഒരു കയ്യിൽ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറുകൈയിൽ മറ്റു കൂട്ടരുടെ വിശുദ്ധ ഗ്രന്ഥം കത്തിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തേണ്ടി വന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അടഞ്ഞു കിടന്ന പള്ളികൾ അവിടെ തുറക്കപ്പെട്ടു. അവർക്കുള്ളിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പള്ളികളിൽ പോകാൻ തുടങ്ങി. കാരണം അവർ വളരെ വൈകി മനസ്സിലാക്കി, തനിക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തങ്ങളുടെ സമൂഹം ഒരു ഒത്തൊരുമ, ഒരു സംഘടനാ ശക്തി ഇതിന് വരും. ഇത്തരമൊരു സംഘടനാ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചെറുത്ത് നിൽക്കാൻ പറ്റൂ എന്നവർ മനസ്സിലാക്കി. പൊളിറ്റിക്കൽ ഇസ്ലാം എത്രമാത്രം അപകടകരമാണ് എന്നതിന് സ്വീഡനും ഡെൻമാർക്കും നോക്കിയാൽ മതി. അതുമാത്രമല്ല, UK അതിൻ്റെ മറ്റൊരു തലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. UK പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കോളൂ, ഒരു 10-15 വർഷത്തിനപ്പുറം ശരിയ നിയമം അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ നമ്മളെയൊക്കെ പതിറ്റാണ്ടുകളോളം, നൂറ്റാണ്ടുകളോളം അടിമകളാക്കി വെച്ചിരുന്ന, സ്വാതന്ത്ര്യം തരാതെ വെച്ചിരുന്ന ആ സൂര്യനസ്തമിക്കാത്ത രാജ്യമുണ്ടല്ലോ, ഗ്രേറ്റ് ബ്രിട്ടനുമൊക്കെ ഉൾപ്പെടുന്ന യുണൈറ്റഡ് കിങ്ഡം, അത്
മറ്റൊരു മതസ്ഥരുടെ കീഴിലാവും, ഒരു സംശയവും വേണ്ട. പക്ഷേ സ്വീഡനും ഡെൻമാർക്കുമൊക്കെ ആ ഒരു സ്റ്റേജ് വരെ പോകുന്നതിന് മുമ്പ് തന്നെ അവർ ആ അപകടം തിരിച്ചറിഞ്ഞു. അതിനെ അവർ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ മുമ്പുണ്ടായിരുന്ന ആ ലിബറൽ സ്വഭാവം അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു സമയത്ത് കുരിശുയുദ്ധമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയുധമെടുക്കാൻ മടിയൊന്നുമില്ലാത്ത കൂട്ടർ തന്നെയായിരുന്നു അതും. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി സമാധാനമായി ജീവിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അവർ ക്രിസ്ത്യാനിയായിട്ടാണ് ജനിക്കുന്നതെങ്കിലും അവർക്കത്ര വലിയ കടുംപിടുത്തമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്തരം അഭയാർത്ഥികളെ അവർ സ്വീകരിക്കുകയും പിന്നീട് അതിൻ്റെ തിക്തഫലം അവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ സ്വീഡനും ഡെൻമാർക്കും അവരുടെ മതവിശ്വാസത്തിലേക്ക് തിരിച്ചു പോവേണ്ട അവസ്ഥ വന്നു. അത് അവർക്ക് താല്പര്യമുണ്ടായിട്ടല്ല, ഇവർ അടിച്ചേൽപ്പിച്ചതാണ്. കാരണം അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ഒരു ബോധം അവർക്ക് വരുന്നു, ആ ഒരു സംഘടനാ ശക്തി വരുന്നു. ആ സംഘടനാ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഇതുപോലുള്ള ആളുകളെ അല്ലെങ്കിൽ വിധ്വംസക ടീമുകളെ എതിർത്ത് നിൽക്കാൻ പറ്റൂ എന്ന ബോധ്യം അവർക്ക് വരുന്നു. അതുകൊണ്ടാണ് അവരുടെ മതവിശ്വാസത്തിലേക്കും അവരുടെ പഴയ വിശ്വാസത്തിലേക്കും അവർ തിരിച്ചു പോകുന്നത്. ഇനി ഇതെല്ലാം വിട്ടിട്ട് ഇന്ത്യയിലേക്ക് വന്നാൽ, ഞാനിതൊരു വലതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഒരു സമയത്ത് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു, പിന്നീട് അതിൻ്റെ സത്യം മനസ്സിലായപ്പോഴേക്കും ഞാൻ അതിനെ വിട്ടു, വലതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷേ എന്നിട്ടും എനിക്ക് ചില കാര്യങ്ങൾ ഈ നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്യുന്നതിനോട് എനിക്ക് ആദ്യ സമയത്ത് യോജിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ സംസ്കാരത്തിനെ ഉണർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മതകാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുന്നു. തുടക്ക സമയത്ത് ഞാൻ വിചാരിച്ചു എന്തിനാണ് ഒരു ഭരണാധികാരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലായി. പക്ഷേ ഇന്നിപ്പോൾ എനിക്കറിയാം എന്തുകൊണ്ടാണത് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്. നമ്മളെക്കാൾ കുറച്ച് മുന്നേ അദ്ദേഹം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ചിന്തിക്കുന്നുകൊണ്ടാണ് അത് വേണ്ടി വന്നത്. കാരണം മറ്റൊന്നുമല്ല, തങ്ങളുടെ സംസ്കാരത്തെ, തങ്ങളുടെ മതവിശ്വാസത്തിനെ, ആ ജാതി ചിന്തയൊക്കെ വിട്ട് എല്ലാവരെയും ഒരേ ഒരു രീതിയിൽ ഈ ഒരു ചരടിൽ കോർത്തിണക്കിയാൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കാൻ പറ്റും, തടഞ്ഞു നിർത്താൻ പറ്റും. അതവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ദൈവവിശ്വാസികളല്ലാതാക്കുക, മതവിശ്വാസികളല്ലാതാക്കുക. ഇത്തരം ഒരു സമൂഹം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളരെ എളുപ്പത്തിൽ കടന്നു കയറാൻ പറ്റൂ. അതാണ് അവർ ഇവിടുത്തെ CPM-നെയും CPI-നെയും മുൻനിർത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം. സ്കൂളുകളാവട്ടെ, കോളേജുകളാവട്ടെ, സ്കൂളുകളിൽ നമ്മൾ പല ഫ്ലെക്സുകളും കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടതെന്താണ്? ഫ്രീ സെക്സാണ്. അതുപോലെ സെക്സിന് വേണ്ടിയിട്ടുള്ള ലിബറൽ കാര്യങ്ങളാണ് അവർ പറയുന്നതും അവിടെ എഴുതി വച്ചിരിക്കുന്നതെല്ലാം. അപ്പം ശരിയും തെറ്റുമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കുക ആളുകളെ. മതവിശ്വാസികളല്ലാത്ത, ദൈവവിശ്വാസികളല്ലാത്ത, ഈ മതവും ദൈവവുമൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ആളുകളെ ഈ തരത്തിലേക്ക് ആക്കിയെടുക്കുക, ഒരുക്കിയെടുക്കുക, അതിനുശേഷം കടുത്ത വിശ്വാസവുമായിട്ട് മറ്റൊരു കൂട്ടരുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവരെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവരെയും ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വഴിയൊരുക്കാൻ തീർച്ചയായിട്ടും ഇടതുപക്ഷം സഹായവുമാകും. അതുകൊണ്ടാണ് അവർ പിന്നിൽ നിന്ന് ഈ ഇടതുപക്ഷത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒന്ന് ഓർത്തു വെക്കുക, ഒരു 10-20 വർഷത്തിന് മുമ്പ് അധ്യാപകരെയൊക്കെ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത്? മുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന മുണ്ടിൻ്റെ മടക്കി കുത്തഴിച്ചിട്ടും അല്ലെങ്കിൽ ഇരിക്കുന്നവനൊന്ന് എണീറ്റ് നിൽക്കും, ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ. ഇന്ന് അങ്ങനെയല്ല. എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിച്ചു വിടുന്നത്? അവരും തൊഴിലെടുക്കുകയാണ്. അവർ തൊഴിലെടുക്കുന്നതിന് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അധ്യാപകനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല, സാറെന്ന് വിളിക്കേണ്ട ആവശ്യം പോലുമില്ല എന്ന തരത്തിലാണ് കുട്ടികളെ പഠിപ്പിച്ചു വെക്കുന്നത്. കാര്യം അങ്ങനെയുള്ള രീതിയിൽ പോലും ബഹുമാനിക്കാൻ പാടില്ല എന്ന തരത്തിലേക്കൊരു തലമുറയെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പുറം ഒരു കൂട്ടരുടെ വിശ്വാസത്തെ അങ്ങേയറ്റം അവഹേളിക്കുക, എന്നിട്ട് മറ്റൊരു കൂട്ടരുടെ വിശ്വാസത്തിനൊപ്പം നിൽക്കുക. ഇതാണ് അവർക്ക് വേണ്ടത്. ഒരു കൂട്ടരുടെ മോശം വിശ്വാസമാണ് എന്ന തരത്തിൽ സമൂഹത്തിൽ തന്നെ ഒരു ധാരണ അവർ പടച്ചുണ്ടാക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയുമൊക്കെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് തന്നെ പതുക്കെ അകന്ന് ഈ പറയുന്ന പോലെ സ്വീഡൻ്റെ പോലെ അല്ലെങ്കിൽ ഡെൻമാർക്കിൻ്റെ പോലെ ഭയങ്കരമായിട്ടുള്ള ലിബറൽ ചിന്താഗതിയോട് കൂടി ഇരിക്കുമ്പോൾ ഈസിയായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് അവിടേക്ക് കടന്നു കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മണ്ണൊരുക്കുക എന്ന ദൗത്യം പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഈ അപകടം എന്താണെന്ന് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും അറിയാം. അതുകൊണ്ടാണ് 2014 അധികാരം കിട്ടിയപ്പോൾ ഭരിക്കുക എന്ന ഭാരിച്ച കാര്യം മാത്രമല്ല ചെയ്യുന്നത്. 140 കോടി ജനങ്ങളെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇവിടുത്തെ അവൻ മറന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ സംസ്കാരത്തെ, അവൻ്റെ മതവിശ്വാസത്തെ, അവൻ്റെ വിശ്വാസത്തെയൊക്കെ ഉണർത്തേണ്ടത് ആവശ്യമാണ്. എങ്കിലേ ആ ഒരു
സംഘടിത ശക്തി എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു 4-5 വർഷത്തിന് മുമ്പ് നരേന്ദ്രമോദി അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘി കയ്യിൽ ചരട് കെട്ടിയാലും കുറിയൊക്കെ കിട്ടാലും കളിയാക്കിക്കൊണ്ടിരുന്നവരുണ്ടായിരുന്നു. ഇന്ന് കളിയാക്കിയിട്ട് കാര്യമില്ല എന്ന് കളിയാക്കുന്നതിനും അറിയാം. കാര്യം മറ്റവരത് മൈൻഡ് ചെയ്യത്തില്ല. നരേന്ദ്രമോദി ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ക്ഷേത്രത്തിൽ പോവുകയും രാമക്ഷേത്രത്തിലാവട്ടെ മറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിപ്പോൾ ഓരോ ദിവസവും ഓരോ വർഷവും ഓരോ മാസവും കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ജാതി വ്യത്യാസമില്ലാതെ തന്നെ ഹൈന്ദവരിൽ ഒരു സംഘടിത ബോധം, ഒരു സ്വത്വബോധം ഒക്കെ ഉണർന്നു വരുന്നുണ്ട്. അത് ഉണർത്തിക്കൊണ്ട് വരുന്നതാണ്. കാര്യം എല്ലാ മുസ്ലിങ്ങളെയും ഒന്നും നമുക്ക് മോശക്കാരായിട്ട് കാണാൻ പറ്റില്ല എങ്കിലും ഇതിൻ്റെ ഒരു വളരെ കുറച്ചുള്ളൊരു ശതമാനം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഇസ്ലാമിസ്റ്റ് വിഭാഗമുണ്ട്. ഇവർ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമാധാനപ്രിയരാണ് ബാക്കിയുള്ളവരെങ്കിലും ഇവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണം നമ്മൾ അഫ്ഗാനിസ്ഥാനിലോട്ട് നോക്കിയാൽ മതി. താലിബാൻ എന്നത് അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അഫ്ഗാനികളെല്ലാം ഇവരെ പോലെ ഭീകരവാദികളോ ഭീകര ചിന്താഗതിക്കാരോ തീവ്ര മതചിന്തയുള്ളവരോ ഒന്നുമല്ല. പക്ഷേ അവർ നിസ്സഹായരാണ്. ഇവർ ആയുധം കൊണ്ടും ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുമാണ് അവരെ കൂടി നിശബ്ദരാക്കി ബാക്കിയുള്ള മതസ്ഥരെ കൂടി ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് പോകും. ഇത് തന്നെ ലോകത്ത് മൊത്തം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രയൽ പല രാജ്യങ്ങളിലും പല രീതിയിൽ നടക്കുന്നുണ്ട്. UK ഏതാണ്ട് അതിൻ്റെ അവസാന സ്റ്റേജിലെത്തി നിൽക്കുകയാണ് എന്ന് പറയാം. അവിടം വരെ സ്വീഡനും ഡെൻമാർക്കും പോയില്ല എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. അതിൻ്റെ ചെറിയ ഒരു പതിപ്പ് കേരളമടക്കമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അവർ ശ്രമിച്ചു നോക്കിയിരുന്നു. ഏതാണ്ട് അതുപോലെ എത്തി എന്നുള്ള ധാരണയിലാണ് ഇവരിടയ്ക്ക് ഈ അവലും മലരും കുന്തിരിക്കം പോലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. പരസ്യമായിട്ട് ഹർത്താലിനും സ്ട്രൈക്കിനുമൊക്കെ ആഹ്വാനം ചെയ്തിട്ട് ആയുധവുമായിട്ട് പോലും കടകൾ അടപ്പിക്കുന്ന തലത്തിലേക്ക് അവർക്ക് ഇറങ്ങാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? അവരെന്തോ ആയി എന്നൊരു തോന്നൽ കൊണ്ടാണ്. അതങ്ങനെയല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദിയും കൂട്ടരും അധികാരത്തിൽ വരേണ്ടി വന്നു. അതവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുക എന്നത് മാത്രമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇരയാവാതിരിക്കാൻ ചെയ്യേണ്ട ഏക കാര്യം. അതിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് സ്വീഡനും ഡെൻമാർക്കും ഒക്കെയാണ്. UK അത് മനസ്സിലായാൽ അവർ രക്ഷപ്പെടും. അല്ല എങ്കിൽ അവർക്ക് വിധിച്ചു വച്ചിരിക്കുന്ന ആ ഒരു വിധിയുണ്ടല്ലോ, അതവർ വലിയ താമസമില്ലാതെ തന്നെ അനുഭവിക്കുന്നത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കാണേണ്ടി വരും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.